ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. പഞ്ചമസ്കന്ധം 5-ാം അധ്യായം ഇനി 29 എടുക്കണ്ടേ? അതെ അതെ അതെ. ആ, പഞ്ചമസ്കന്ധം 5-ാം അധ്യായം ശ്ലോകം 29. ഉന്മാദകവത് അവധൂതവേഷോ അഭിഭാഷ്യമാണോപി ജനാനാം ഗൃഹീതമൗനവ്രതസ്തൂഷ്ണീം ബഭൂവാം. നമ്മൾ പറഞ്ഞുകൊണ്ടുവന്ന വിഷയം ഓർമ്മയുണ്ടാകും എന്ന് തോന്നുന്നു. ഋഷഭദേവന്റെ അന്തിമഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അദ്ദേഹം. മക്കൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് എല്ലാം ഉപേക്ഷിച്ച് അവധൂത വൃത്തി സ്വീകരിച്ച് യാത്രയായി എന്നാണ് പറഞ്ഞു വെച്ചത്. ബ്രഹ്മാവർത്തത്തിൽ നിന്ന് പോയതാണ്. പോയ വഴിക്ക് അദ്ദേഹം എന്തൊക്കെയാണ് അനുഷ്ഠിച്ചത് എന്ന് പറയുകയാണ്. യോഗമാഹാത്മ്യമാണ്. യോഗവൃത്തി കൊണ്ട് എന്ത് മഹത്തായ ഒരു ശക്തിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹം ജഡനെ പോലെ അഭിനയിച്ചു വഴിയെ പോയി. ജഡൻ ബുദ്ധിശൂന്യൻ, ഭാഷയിൽ മന്ദബുദ്ധി. അന്ധനെ പോലെ, കണ്ണ് കാണാത്തവനെ പോലെ, എന്ത് കണ്ടാലും കണ്ടതായിട്ട് നടിക്കുകയില്ല. അപ്പൊ കണ്ണ് കാണാത്തവനെ പോലെ, മൂകനെ പോലെ ഒന്നും സംസാരിക്കില്ല. എന്തൊക്കെ പോന്ന വഴി കണ്ടാലും സംസാരിക്കില്ല. ബധിരനെ പോലെ ആരെന്തൊക്കെ പറഞ്ഞാലും കേട്ടതായിട്ട് നടിക്കില്ല. അപ്പൊ ജഡ, അന്ധ, മൂക, ബധിര, പിശാച, ഉന്മാദകവത്, പിശാചിനെ പോലെ ഉന്മാദത്തോടു കൂടിയവരായി, ഒരു ഭ്രാന്തനെ പോലെ, ഒരു പിശാച വൃത്തി സ്വീകരിക്കുന്നവരെ പോലെ, അവധൂതവേഷം, ഒന്നും തന്നെ ബാധിക്കാതെ തൂത്തുകളയുന്നവനാണ്. അവധൂയതേതി അവധൂത എന്നാണ്. സമ്പൂർണമായിട്ടും തന്നിൽ നിന്നും തൂത്തു മാറ്റിക്കളയുന്നവൻ. വെളിയിൽ നിന്നും വരുന്ന ഒന്നിനെയും ഉള്ളിലേക്ക് സ്വീകരിക്കില്ല. കാണില്ല, കേൾക്കില്ല, മിണ്ടില്ല. ഇതൊക്കെ വെളിയിൽ നിന്ന് വരുന്നതാണ്. കണ്ണു തുറന്ന് പുറത്തുള്ളതാണ് കാണുന്നത്, ചെവി കണ്ട് പുറത്തുള്ളതാണ് കേൾക്കുന്നത്. ഇതൊന്നും തൻ്റെ ഉള്ളിലേക്ക് ബാധിക്കാതെ തൂത്ത് കളയുന്ന വൃത്തിയുടെ പേരാണ് അവധൂത വൃത്തി എന്ന്. അവധൂത വേഷനായിട്ട് അഭിഭാഷ്യമാണോപി ജനാനാം, ജനങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് ധാരാളം അഭിഭാഷണം ചെയ്താൽ പോലും ഗൃഹീത മൗനവ്രത, ഓരോരുത്തർ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഒത്തിരി കമന്റുകൾ പറയും. അപ്പോഴൊക്കെ ഗൃഹീത മൗനവ്രതം സ്വീകരിച്ചുകൊണ്ട് തൂഷ്ണീം ബഭൂവ, നിശബ്ദനായി തന്നെ അദ്ദേഹം സഞ്ചരിച്ചു പോയി. ഒരു പരമഹംസ ധർമ്മത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഗൃഹത്തിൽ നിന്നും പുറപ്പെട്ട ഒരാളുടെ യോഗമാഹാത്മ്യത്തെയാണ്. ഭഗവാൻ തന്നെയാണിത്. ബുദ്ധിശക്തി ഇല്ലാത്തവനെ പോലെയാണ് അഭിനയിക്കുക. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചോ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചോ ആലോചിക്കാനുള്ള കഴിവ് ഇല്ല. ഒരു സങ്കല്പങ്ങളും മനസ്സിലില്ല. കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് എല്ലാം ഒന്നായിട്ട് കാണാൻ പറ്റും. കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ശബ്ദവും തൻ്റെ ഉള്ളിലേക്ക് എത്താതെ പിശാചെന്നോ ഭ്രാന്തനെന്നോ ഒക്കെ ജനങ്ങൾക്ക് തോന്നുമാറ് അവരെന്തൊക്കെ കളിയാക്കിയാലും മറുപടി പറയാതെ മൗനിയായിട്ടിരുന്ന് ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയത്തിൽ നിന്നും സമ്പൂർണമായിട്ടും പിൻവലിച്ച മനസ്സ്. ഇതാണ് യോഗചര്യ.
അത് ആത്മാവിലടക്കി വിഷയങ്ങളെ ഗ്രഹിക്കാതെ ആത്മാരാമനായിരുന്നു കൊണ്ട് ശരീരം നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് സാരം. ഇതാണ് അദ്ദേഹത്തിന്റെ യോഗവൃത്തിയുടെ തുടക്കം. ജഡ അന്ധമൂകബധിര പിശാചോന്മാദകവത് അവധൂതവേഷോഭിഭഷ്യമാണോ വിജനാനാം ഗൃഹീതമൗനുവ്രതസ്തൂഷ്ണിം ബഭൂവഹാം. ജഡ അന്ധമോകബധിര പിശാച ഉന്മാദകവത് അവധൂതവേഷോഭിഭഷ്യമാണോ വിജനാനാം ഗൃഹീതമൗനവ്രതഃ തൂഷ്ണിം ബഭൂവഹാം. ജഡ അന്ധമൂകബധിര പിശാചോന്മാദകവദവധൂതവേഷോഭിഭഷ്യമാണോ വിജനാനാം ഗൃഹീതമൗനവ്രതഃ തൂഷ്ണിം ബഭൂവഹാം. തത്തത്രാം പുരഗ്രാമാകരഖേട വാടഖർവട ശിബിരവ്രജഘോഷഫാർത്ഥഗിരിവനാശ്രമാദിഷു അനുവഥമവനിചര അപഫതയെ പരിഭൂയമാനോ മക്ഷികാഭിരിവം വനഗജ തർജനതാടനാവമേഹനഷ്ഠീവന ഗ്രാവശകുദ്രജ പ്രക്ഷേപപൂരിവാദദുരുക്തൈഃ തദവിഗണയന്നെ ഏവാവഫത് സംസ്ഥാനേതസ്മിൻ ദേഹോപലക്ഷണേ ഫദപദേശേ ഉഭയാനുഭവസ്വരൂപേണ സ്വമഹിമാ അവസ്ഥാനേന ആഫം ആരോപിതാഹം മമാഭിമാനത്വാത് അവിഖണ്ഡിതമനാഹ പൃഥ്വീമേകചര പരിബഭ്രാമാം. പൃഥ്വിയും ഏകചര പരിബഭ്രമ, ഭൂമിയിൽ ഏകനായിട്ട് സഞ്ചരിച്ചു. ഇങ്ങനെ വട്ടം കറങ്ങി, ഇന്ന ദിക്കിലേക്ക് പോകണം ഇന്ന ദിക്കിലേക്ക് പോകണ്ട എന്നൊന്നുമില്ല. കുറേ ദൂരം നേരെ സഞ്ചരിക്കും, കഴിയുമ്പം തിരിച്ചു വരും വേറൊരു വഴിയിലായിരിക്കും. അവിടുന്ന് പിന്നെയും കുറേ ദൂരം മുമ്പോട്ട് പോകും, പിന്നെ കുറേ പുറകോട്ട് പോകും. ഇങ്ങനെ ഈ ഭൂമിയിൽ പരിഭ്രമണം ചെയ്തുകൊണ്ട് ഏകനായിട്ട് അദ്ദേഹം സഞ്ചരിച്ചു. എങ്ങനെയൊക്കെയാണെന്നാണ് മുകളിൽ പറയുക. തത്ര അവിടെ പോകുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ പുരങ്ങളുണ്ട്. പുരം വെച്ചാൽ പട്ടണം. രാജാക്കന്മാരുടെ രാജധാനിക്ക് മുമ്പ് അടുത്തായിട്ട് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഒരു വാസസ്ഥലത്തിന്റെ പേരാണ് പുരം എന്ന്. അതുകൊണ്ട് പുരങ്ങൾ, പിന്നെ ഗ്രാമങ്ങൾ, ആകരങ്ങൾ, രത്നാദികൾ കുഴിച്ചെടുക്കുന്ന ഖനിയുടെ പേരാണ് ആകരം എന്ന്. പോകുന്ന വഴിക്ക് പുരങ്ങളുണ്ട്, ഗ്രാമങ്ങളുണ്ട്, ആകരങ്ങളുണ്ട്. പുരഗ്രാമാകര ഖേട വാട ഖർവട. ഖേടങ്ങളുണ്ട്. ഖേടങ്ങൾ കൃഷിസ്ഥലങ്ങളാണ്, അല്ലെ? കൃഷി ചെയ്യുന്ന ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം ഖേടങ്ങൾ. കേരളം വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ കാണാം. കൃഷിയിടങ്ങൾ ഒന്നിച്ചാണ്. അത്രയും സ്ഥലത്തുള്ള 30 വീട്ടുകാർ ഒന്നിച്ച് ഒരു സ്ഥലത്തായിരിക്കും താമസിക്കുക. അതിനെ ഖേടം എന്നാണ് വിളിക്കുക. അതുപോലെ വാടഹ എന്ന് വെച്ചാൽ ഉദ്യാനം എന്നർത്ഥം. ഖേടങ്ങൾ, വാടങ്ങൾ, ഖർവടങ്ങൾ, പർവ്വതങ്ങളുടെ അടുത്തുള്ള ഗ്രാമങ്ങൾ. പർവ്വത സമീപ പ്രദേശത്ത് ജനങ്ങൾ ഇങ്ങായിട്ട് താമസിക്കുന്ന ഒരു ഗ്രാമ അന്തരീക്ഷമുള്ള സ്ഥലം, അതിനെയാണ് ഖർവടം എന്ന് വിളിക്കുക. പുര, ഗ്രാമ, ആകര, ഖേട, വാട, ഖർവട. ശിബിരങ്ങൾ സേനകൾ വസിക്കുന്ന സ്ഥലം. പാളയം എന്നൊക്കെ നമ്മൾ പറയും, സൈന്യങ്ങൾ താമസിക്കുന്ന സ്ഥലം. ശിബിര, വ്രജം, പശുക്കൾ താമസിക്കുന്ന സ്ഥലം. ഗോകുലങ്ങൾ, വ്രജം. ഘോഷ, പശുക്കളെ പോറ്റിക്കഴിയുന്ന ഗോവന്മാർ താമസിക്കുന്ന തെരുവ്, അതാണ് ഘോഷം എന്ന് പറയുന്നത്. ഗോപാലകന്മാർ, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. പാർത്ഥാഞ്ചൽ
യാത്രക്കാരായ ജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് വരുന്ന ചില സ്ഥലങ്ങൾ, പല വഴിയിൽ നിന്ന് യാത്ര ചെയ്ത് അവർ ചില മുക്കുകളിൽ, ചില കവലകളിൽ, അല്ലെങ്കിൽ ചില പത്രങ്ങൾ ഒക്കെ അവരെന്ത് ചെയ്യും, ഒന്നിച്ചുകൂടി സംസാരിച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെയും യാത്രയാകും. അങ്ങനെയുള്ള യാത്രക്കാരായ ജനങ്ങൾ ഒന്നിച്ചിന്ന് വിശ്രമിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് പാർത്ഥം എന്ന്. പാർത്ഥഗിരേഹ, മലകൾ, കുന്നുകൾ. ആശ്രമാഹ, മഹർഷിമാരുടെ വാസസ്ഥാനം എന്നിവിടങ്ങളിൽ വ്രജ, ഘോഷ, പാർത്ഥ, ഗിരി, വന, ആശ്രമാദിഷു, ആശ്രമാദികളിൽ, വ്രജഘോഷ പാർത്ഥഗിരിവനാശ്രമാദിഷു അനുപഥം അവനിചര അപഫദൈഹി. അനുപഥം വഴിതോറും എന്നർത്ഥം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ വഴികൾ തോറും അവനിചര അപഫദൈഹി, അവനിചരന്മാർ ഭൂമിയിലുള്ള, അപഫദന്മാർ ദുഷ്ടന്മാർ, മഹാപാപികൾ എന്നർത്ഥം. അവനിചര അപഫദൈഹി, ഭൂമിയിൽ കൂടി സഞ്ചരിക്കുന്ന ദുഷ്ടന്മാരാൽ പരിഭൂയമാനോ, ആ ദുഷ്ടന്മാരാൽ ഉപദ്രവിക്കപ്പെട്ടവനായിട്ട്. പരിഭൂയമാന, ഇങ്ങനെ പോകുന്ന വഴിക്ക് പല ദുഷ്ടന്മാരും തന്നെ ഉപദ്രവിക്കാൻ വരും. പരിഭൂയമാനോ എങ്ങനെയാണ്? മക്ഷികാഭിരിവ വനഗജ, കാട്ടാനെ ഈച്ചകൾ ആക്രമിക്കാൻ ചെല്ലുന്നത് പോലെയുള്ളത്. മക്ഷികാഭിഹി വനഗജൈവ, മക്ഷിക ഈച്ച, ഈച്ചകളാൽ കാട്ടാനെ എന്ന പോലെ, കാട്ടാനയെ ആക്രമിക്കാൻ ചെല്ലുന്ന ഈച്ചകളെ പോലെയാണ്. ഒന്നും ചെയ്യാനില്ല, അവരെല്ലാം എന്ത് ചെയ്യും? അപ്പോഴേ തിരിഞ്ഞു പോകേ പറ്റുള്ളൂ. അപ്പം ഈച്ചകളാൽ ആക്രമിക്കപ്പെടുന്ന കാട്ടാനയെ പോലെ, ഈ കാട്ടാനയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല. ഇവരൊക്കെ ഈച്ചകളെ പോലെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. പോലെ പരിഭൂയമാന, ഉപദ്രവിക്കുന്നവനായിട്ട്. എങ്ങനെയൊക്കെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് പറയാൻ പോവാറ്. തർജന, താടന, അവമേഖന, ഷ്ഠീവന, ഗ്രാവ, ശകൃത്, രജ, പ്രക്ഷേപ, പൂതിവാത, ദുരുക്തൈ, ഇത്രയും കൊണ്ടാണ് അദ്ദേഹത്തെ അവർ ഉപദ്രവിച്ചത്. ഒന്ന് എന്താണ്? അവർ തർജനം, ചൂണ്ടിക്കാണിച്ച് പറയുക. ഒന്നും മറുപടി പറയാൻ പറ്റാതെ വരുമ്പോൾ വിരല് ചൂണ്ടി ഭീഷണിപ്പെടുത്തും. മിണ്ടിയില്ലെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം എന്നൊക്കെ പറയണമെങ്കിൽ വിരല് ചൂണ്ടി പറയണം. ചൂണ്ടി പറയുന്നതിന്റെ പേരാണ് തർജനം എന്ന്. അങ്ങനെ തർജനം ചെയ്ത് ഭയപ്പെടുത്തും. താടനം, എന്താണ്? വടി കൊണ്ടെന്ന് അടിക്കുക തന്നെ ചെയ്യും. ഒന്ന് മിണ്ടിടൂ താനും പറഞ്ഞു. അപ്പോഴും മിണ്ടില്ല. ചിലരെ അവമേഖനം, ശരീരത്തിൽ മൂത്രമൊഴിക്കും. നേരെ തിരിഞ്ഞെന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തേക്ക് മൂത്രമൊഴിക്കും. അനങ്ങില്ല. അവമേഖനം ചെയ്യുക. ചില ഷ്ഠീവനം തുപ്പുക. ഷ്ഠീവതി എന്ന വാക്കിന്റെ അർത്ഥം തുപ്പുന്നു എന്നാണ്. ഷ്ഠീവനം, തുപ്പൻ. ചില ദേഹത്തേക്ക് തുപ്പും. ഇനിയും ചിലരെ ഗ്രാവ എന്ന കല്ല്, ശകൃത്ത് എന്ന് വെച്ചാൽ മലം എന്നർത്ഥം. വ്യാകരണം പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ശകൃത്ത്, ഫകൃത്ത്, മഭൂത്. ഫകൃത് എന്ന് വെച്ചാൽ ഒരിക്കൽ എന്നാണ്. ആ ഫായ്ക്ക് പകരം ഓർക്കാതെ ഉച്ചാരണ പ്രശ്നം കൊണ്ട് ഷാ വന്നാൽ മലം എന്നർത്ഥമാവും. ശകൃത്, ഫകൃത്. ശകൃത്ത് മലം, ഫകൃത് ഒരിക്കൽ. ഇവിടെ ശകൃത്ത് മലം, കല്ല്, മലം, രജഹ മണ്ണ്, പൂഴിമണ്ണുകൾ, ഇവ കൊണ്ടുള്ള പ്രക്ഷേപം ഏറെ. ഗ്രാവ, ശകൃത്, രജപ്രക്ഷേപ. ചില കല്ല് കൊണ്ടെറിയും, ചില മണ്ണ് കൊണ്ടെറിയും,
ചില എന്താണ് മരം കൊണ്ടെറിയും, മാലിന്യ വസ്തുക്കൾ ദേഹത്തേക്ക് എറിയും. ഇങ്ങനെയുള്ള ഏറുകൊണ്ടിട്ടും ചിലരെ പൂതിവാത അധോവായുവിന്റെ ദുർഗന്ധം അദ്ദേഹത്തിന് മേൽ വമിപ്പിക്കും. ചില ദുരുക്തൈഹി ചീത്ത വാക്കുകൾ പറയും. ഗ്രാവ ശകൃത് രജപ്രക്ഷേപ പൂതിവാത ദുരുക്തൈഹി ഇവകളെ കൊണ്ട് പരിഭൂയമാന ഉപദ്രവിക്കാൻ. തത് അവിഗണയൻ, അതൊക്കെ അവിഗണയൻ, അതൊക്കെ പരിഗണിക്കാതെ വിട്ടുകളഞ്ഞിട്ട് വിഗണിച്ചുകൊണ്ട്. തത് അവിഗണയൻ തദവിഗണയൻ ഏവ അവഫത് സംസ്ഥാന, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് താൻ അഫത് സംസ്ഥാനെ, അഫത്തായ സന്നിവേശത്തോടു കൂടിയ അവിഗണയന്നേവ അഫത് സംസ്ഥാന ഏതസ്മിൻ ദേഹോപലക്ഷണേ, അഫത്തായി വന്നു ചേർന്നിരിക്കുന്ന ഈ ദേഹോപദ്രവത്തൊക്കെ ഫത് അപദേശേ, ഫത്തെന്ന് മാത്രം പേരുള്ള ദേഹോപലക്ഷണേ ഏതസ്മിൻ, ഈ ദേഹാഗതിയിലിരിക്കുന്ന ഈ ശരീരത്തിൽ ഇപ്പോഴീ തന്റെ മേൽ പ്രയോഗിച്ചൊക്കെ അഫത്തുകളാണ്. താൻ ആരാണ്? ഫത്താണ്. ദേഹോപലക്ഷണേ ഏതസ്മിൻ അഫത് സംസ്ഥാന ദേഹോപലക്ഷണേ ഫദപദേശേ ഉഭയ അനുഭവസ്വരൂപേണ, രണ്ടിൻ്റെയും അനുഭവത്തിന്റെ സ്വരൂപത്തോടു കൂടിയവനായിട്ട് രണ്ട് ദേഹവും സത്തായും അസത്തായും ഇരിക്കുന്ന ഈ രണ്ടിലേക്ക് താൻ സന്നിവേശിപ്പിക്കപ്പെട്ടവനായി. തൻ്റെ ഉള്ളിലുള്ള ആത്മസ്വരൂപവും താൻ തന്നെയാണ്. അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഇവരൊക്കെ ആരോപിക്കുന്ന ഈ ശരീരവും തൻ്റെ തന്നെയാണ്. പക്ഷെ തനിക്ക് ഇത് ബാധിക്കത്തേയില്ല. കാട്ടാനയുടെ മേൽ ഈച്ച വന്നു പോകുന്ന പോലെ വന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് ആർക്കും ഉപദ്രവിക്കാൻ കഴിയത്തില്ല. ഈ പീഡനകളൊന്നും മനസ്സിനെ വികാരപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു പരിഭവലേശവുമില്ല. ഉഭയ അനുഭവസ്വരൂപേണ ഫദാത്മകമായ അനുഭവത്തോടു കൂടിയവനായിട്ട് മഹിമാവസ്ഥാനേനാം, സ്വന്തം മഹിമയിൽ ഉറച്ചു നിന്നുകൊണ്ട് അപമാരോപിത അഹം മമ അഭിമാനത്വാത്, ഞാൻ എൻ്റേത് എന്നുള്ള അഭിമാനത്തെ ആരോപിക്കാതെ, അപമാരോപിതം ആരോപിക്കാതെ, അഹം മമ എന്നുള്ള അഭിമാനത്തോടെ അവിഖണ്ഡിതമനാഹം, മനസ്സ് ഖണ്ഡിക്കപ്പെടാത്തവനായിട്ട്, മനസ്സിനൊരു ഖേദവും ഉണ്ടാകാത്തവനായിട്ട്, മനസ്സിനൊരു വികാരവുമില്ല. വികാരം ഉണ്ടാകുമ്പോഴാണ് മനസ്സ് ഖണ്ഡങ്ങളാകുന്നത്. അതൊന്നും ഇല്ലാത്തവനായിട്ട് ഏകചരഹ പൃഥ്വിയും പരിഭ്രഭമ, ഒറ്റയ്ക്ക് ഭൂമിയിൽ കൂടി ഇങ്ങനെ ഒരു അവധൂതനെ ആൾക്കാരെങ്ങനെയൊക്കെ ഉപദ്രവിക്കും, വേദനിപ്പിക്കും എന്ന് ഇന്നത്തെ നാട്ടിലും അടുത്ത കാലത്തും നടക്കുന്ന കുറേ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇതുപോലെ ഇദ്ദേഹത്തെ ഉപദ്രവിച്ചു, പക്ഷെ ഒന്നും ഇദ്ദേഹത്തെ ബാധിച്ചില്ല. ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഇതൊന്നും തന്നെ ബാധിക്കാതെ ഏകചരനായി യോഗചര്യയുടെ മൂർധന്യാവസ്ഥയിൽ പരമഹംസ പദവിയിലേക്ക് എത്തി. ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ആരാണ്? സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് വൃഷഭാവതാരം. മനുഷ്യരൂപത്തിൽ എങ്ങനെ യോഗചര്യ കൊണ്ടുപോകണം എന്ന് കാണിക്കാൻ വേണ്ടി, പരമഹംസ പദവി എങ്ങനെ അനുഷ്ഠിക്കാമെന്ന് കാണിക്കാൻ വേണ്ടി താൻ ഇത്ര വലിയ ആത്മോപദേശങ്ങൾ ചെയ്ത ഒരു മഹായോഗിയായ, പേരെടുത്ത് ലോകം കൊണ്ടാടി ആനന്ദിപ്പിച്ച് ഏറ്റവും വലിയ പീഠത്തിലിരുത്തേണ്ട ഒരാളെയാണ് വഴിയിലിട്ട് തുപ്പി ചവിട്ടി തല്ലിക്കൊണ്ട് നടക്കുന്നത് എന്നർത്ഥം. പക്ഷെ തനിക്കിതൊരു അഭിമാനവുമില്ല.
ഇങ്ങനെ അദ്ദേഹം ആ ഭൂമി കൂടി കറങ്ങി തിരിഞ്ഞു. തത്ര തത്ര പുരഗ്രാമാകര ഖേട വാട ഖർവട ശിബിര വ്രജ ഘോഷ ഫാർത്ഥ ഗിരി വന ആശ്രമാദിഷു അനുപഥം അവനിചര അപഫദൈ പരിഭൂയമാനോ മക്ഷികാഭിരിവാം വനഗജഃ തർജന താടന അവമേഹന ഷ്ഠീവന ഗ്രാവ ശകൃരജ പ്രക്ഷേപ പൂതി വാത ദുരുക്തൈ തത് അവിഗണയന് ഏവ അഫത് സംസ്ഥാന ഏതസ്മിൻ ദേഹോപലക്ഷണേ ഫദപദേശേ ഉഭയാനുഭവരൂപേണ സ്വമഹിമാവസ്ഥാനേന അഫമാരോപിത അഹം മമ അഭിമാനത്വാത് അവിഖണ്ഡിതമനാഹ പൃഥ്വീം ഏകചര പരിബഭ്രാമാം. തത്തപുരഗ്രാമാകര ഖേടവാട ഖർവട ശിബിര വ്രജഘോഷഫാർത്ഥഗിരിവന ആശ്രമാദിഷു അനുപഥം അവനിചരാപഫദൈ പരിഭൂയമാനോ മക്ഷികാഭിരിവനഗജ തർജനതാടനാവമേഖന ഷ്ഠീവനഗ്രാവ ശകദ്രജ പ്രക്ഷേപൂതിവാതദുരുക്തൈ തദവിഗണയന്നേവ അഫത് സംസ്ഥാനേ തസ്മിൻ ദേഹോപലക്ഷണേ ഫദപദേശേ ഉഭയാനുഭവരൂപേണ സ്വം ഹൈമാവസ്ഥാനേന അഫമാരോപിതാഹം മമാദി മമ അഭിമാനത്വാത് അഭിഖണ്ഡിതമനാഹ പൃഥ്വീം ഏകചര പരിബഭ്രാമാം. ഒന്നുകൂടെ വായിക്കണോ? കിട്ടിയോ? ഇത് നീണ്ടൊരു ഗദ്യമാണത് താരതമ്യേന ഉള്ളതിൽ. വാക്കുകളൊക്കെ പിരിച്ച് വായിക്കാൻ പറ്റി എന്നാണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. ഇല്ല, സംശയമുണ്ടോ എന്നുള്ള വായിക്കാം, അല്ലെ പറയാം. ഒരു അവധൂതന്റെ കഷ്ടപ്പാടുകൾ എത്രയുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് വർണ്ണിച്ചു, നല്ല സുന്ദരമായിട്ട് വർണ്ണിച്ചു. ഒരു അവധൂതൻ എന്തൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് കഴിഞ്ഞുകൂടുക. ഇതാണ് അവധൂത വൃത്തി എന്നാണ് ഇതിന്റെ പേര്. ഇതുകൊണ്ടൊന്നും തന്നെ ബാധിക്കപ്പെടാത്ത ഒരു വ്യക്തിത്വമാണല്ലോ. അതെ, അതാണല്ലോ യോഗത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. അവിടെയാണ്. ഇതൊന്നും തന്നെ ബാധിക്കത്തില്ല. ജഡഫലത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ. അതെ അതെ, ഇനി അങ്ങോട്ടാ വരാൻ പോവാ. ഇനി അങ്ങോട്ടാ കാളിയുടെ മുമ്പിൽ കൊണ്ടെങ്കിൽ വെട്ടാൻ പോകുമ്പോഴും കാവലിനായിട്ട് നിർത്തുമ്പോഴും ഒരേ മനോഭാവം, ഒരു ഭാവമില്ല, ഒരുപോലെ. ഇനി നമ്മള് അടുത്ത അധ്യായം ആ കഥയിലേക്ക് പോവാ. ഒരു പാകപ്പെടുത്തലൂടെ അല്ലേ സാറേ? അതെ, പാകപ്പെടുത്തല. അവധൂതത്തെ പാകപ്പെടുത്തലാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ ഇത്രയൊന്നും പറ്റിയില്ലെങ്കിലും നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പറയും, ഒരു ചെവി അടച്ച് ഒരു കണ്ണടച്ചൊക്കെ ജീവിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അത് യോഗചര്യയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറഞ്ഞു തന്നാണിത്. വാസ്തവത്തിൽ അങ്ങനെ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാത്തിനും മറുപടി പറയാൻ പോകരുത്. വീട്ടിൽ പലതും പറയും, പലതിനെ കുറിച്ചും പറയും. ഇതൊന്നും നമ്മൾ കേട്ടതായിട്ട് പോലും ഭവിക്കരുത്. നമ്മളെക്കുറിച്ചും പറഞ്ഞു തരാം. ഇതൊന്നും കേട്ടതായിട്ട് പോലും ഭവിക്കരുത്. ഒന്നിനും മറുപടി പറയാൻ നിൽക്കരുത്. ചോദിക്കുന്നതിന് മാത്രം അവശ്യം ഇത്തിരി മറുപടി പറയുക. ഇതൊരു യോഗചര്യയുടെ വൃത്തിയാണ്. ഏതാണ്ട് 50, 55, 60 കഴിഞ്ഞാൽ ഇത് ശീലിക്കുന്ന ഏറ്റവും നല്ലതാണ്. ഇത്തിരി വിഷമമുണ്ടാകും, പക്ഷേ നമ്മൾ കുറേ ദിവസം കൊണ്ട് ഈ ഒരു വൃത്തി, അവധൂത വൃത്തി അല്ലെങ്കിൽ പോലും ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് കടക്കുന്നത് ആത്മാനന്ദത്തിന് ഏറ്റവും നല്ലതാണ്. അതെ അതെ, നമുക്ക് സ്വയം ആനന്ദിക്കാൻ പറ്റും. ശമദമാദികളൊക്കെ ആചരിക്കുന്നതിന് ഇതിന്റെ ഒരു തുടക്കമായിട്ട് കണക്കാക്കാം. അതെ അതെ അതെ, അതിന്റെ തുടക്കമാണ് അവിടെ. അതെ, അങ്ങേയറ്റം നൊമ്പരം തോന്നും അദ്ദേഹത്തിന്റെ മുൻപുള്ള ആ അവസ്ഥയെ, അദ്ദേഹം ഉപദേശം അതാ അദ്ദേഹത്തിന്റെ മഹത്വത്തെ അങ്ങേയറ്റം ചൂണ്ടിക്കാണിച്ച് അങ്ങേയറ്റം കൂടെ കാണിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ ഒരു വേദന തോന്നുന്നുണ്ട്. അതെ, നമുക്ക് സങ്കടം തോന്നും. എത്ര ഉന്നത സ്ഥാനത്ത് ഇരിക്കേണ്ട ഇന്നത്തെ കാലത്താണെങ്കിൽ ലോകം മുഴുവൻ കൊണ്ടു നടന്ന് ആരാധിച്ച് മീറ്റിങ്ങുകളും കീർത്തനവും പാടിക്കൊണ്ട് നടക്കേണ്ട ഒരാളെയാണ്
ഈ വ്യാസൻ കാണിക്കുന്നില്ല. ഈ മട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കണ്ണ് നിറഞ്ഞു പോകുന്നു. അതെ ശരിക്കും. ഈ പിഷുഗീതയിൽ അത് തന്നെ വരില്ലേ സാറേ? ഇതൊക്കെ അതെ ഇപ്പോഴത്തെ ദൈവങ്ങൾക്ക് ഒരു പാഠമായിരിക്കില്ലയോ സാർ? അതെ തീർച്ചയായിട്ടും. അതിനുവേണ്ടി തന്നെയാണ്. കാരണം ഇതൊക്കെ നമുക്ക് വീട്ടിൽ കുറച്ചെങ്കിലും യോഗചര്യ മൊത്തമായില്ലെങ്കിലും കുറച്ചെങ്കിലും അനുസരിച്ച് ജീവിക്കാൻ പറ്റിയാൽ അതൊരു വലിയ ആത്മവിജയമായിട്ട് നമുക്ക് പരിഗണിക്കാം എന്ന് കൂടി ഒന്ന് ബോധ്യപ്പെടുത്താനാവുമെന്ന് തോന്നുന്നു. ഇത്രയൊന്നും അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിൽ ഇത്രയും നമുക്ക് പറ്റത്തില്ലെങ്കിലും അതെ കുറെയൊക്കെ കുറെയൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു പോയാൽ, കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുക, എന്തൊക്കെ ചെയ്ത പറഞ്ഞാലും ഒക്കെ പറഞ്ഞാലും തന്നെ ബാധിക്കില്ല, തന്റെ അടുത്ത് വരില്ല, അതിന് മറുപടി പറയാതിരിക്കുക. ഇത് നമുക്ക് ശാന്തി ഉണ്ടാകും. അത്രേ പറ്റുള്ളൂ. മാത്രമല്ല മറ്റുള്ളവർക്കും ആ ഗൃഹത്തിനും ശാന്തി ഉണ്ടാവാൻ അതേ പറ്റുള്ളൂ. അല്ല ഒന്ന് പറഞ്ഞ് 2 പറഞ്ഞ് 3 പറഞ്ഞ് പോയാൽ ഇങ്ങനെ പോകല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ ഒരു പാഠം നമുക്ക് ഈ ചെറിയ കഥയിലൂടെ തരുന്നത് ഭഗവാൻ തന്നെ അത് അവതരിച്ച് കാണിക്കുന്നതാണ്. വായിക്കാൻ കിട്ടിയെന്ന് തോന്നുന്നു സാറേ. ശരി, വലിയ കുഴപ്പം. എന്നാ പിന്നെ അടുത്തയിലേക്ക് പോവാം. ഇനിയും കുറച്ച് ഗദ്യമാണ്, നീണ്ട ഗദ്യങ്ങളല്ല. അതിഫുകുമാര കരചരണോരസ്ഥല വിപുല ബാഹ്വം ഫയുഗളം യുഗളവത് അനാദ്യവയവ വിന്യാസ പ്രകൃതി സുന്ദര സ്വഭാവഹാഫമുഖവും നവനളിനദള അയമാന ശിശിരതര അരുണ ആയത നയനരുചിര സദൃശ സുഭഗ കപോല കർണകണ്ഠനാഭോ വിഗൂഢസ്മിതവദന മഹോത്സവേന പുരവനിദാനം മനഫി കുസുമശരാസനമുപദധാന പരാഗവലംബമാന കുടില ജടില കപിശ കേശഭൂരിഭാരോ അവധൂതമലിന നിജ ശരീരേണ ഗ്രഹഗൃഹീതൈവ അദൃശ്യതാം. ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അകത്തുള്ള യോഗചര്യ കൊണ്ട് അനുഷ്ഠിച്ചുള്ള ആത്മാനന്ദത്തിന്റെ സംതൃപ്തി അദ്ദേഹത്തിന്റെ മുഖത്ത് സൗന്ദര്യമായി പ്രത്യക്ഷപ്പെടുന്നു വർണ്ണിക്കാൻ പോവാണ്. സുന്ദരനാണ് ഇദ്ദേഹം എന്ന് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ആണ് എന്ന് വ്യാസൻ സ്ഥാപിക്കാൻ പോവാണ്. സൗന്ദര്യം അവിടെയാണ്. എങ്ങനെയാണ്? അതിസുകുമാര കരചരണ ഉരസ്ഥല, അതിസുന്ദരമായ കൈകൾ, നീണ്ട മാംസങ്ങൾ ധാരാളമുള്ള കൊഴുത്ത തടിച്ച കയ്യ്, അതേപോലെ കാല്, അതേപോലെ തുടകൾ. അതിസുകുമാര കരചരണ ഉരസ്ഥല വിപുല ബാഹു, നീണ്ട കയ്യ്, ബാഹു അംസ, ബാഹു അംസ, അംസം തോളം, യുഗളം 2, വദനം മുഖം, വദനാദി അവയവ വിന്യാസ, ആദികളായ അവയവങ്ങളിലെ വിന്യാസം. അവയവ വിന്യാസത്തിലാണ് സൗന്ദര്യം. അവയവങ്ങൾ യഥാസ്ഥാനത്ത് വേണ്ടതുപോലെ അകലം കൃത്യം പാലിച്ച് അതിൻ്റെ അളവൊക്കെ അനുസരിച്ച് വിന്യസിച്ചാൽ അപ്പോൾ ഉണ്ടാകുന്ന പേരാണ് സൗന്ദര്യം എന്ന്. മുഖത്തെ കണ്ണ്, മൂക്ക്, അതുപോലെ പുരികം, ചെവി, ഇവകളൊക്കെ യഥാസ്ഥാനത്ത് അളവനുസരിച്ച് തന്നെ നിൽക്കണം. ഒന്ന് വലുതായിപ്പോയി, ഒന്ന് ചെറുതായിപ്പോയി, അത് പറ്റില്ല. രണ്ടെണ്ണം തമ്മിൽ നീളം കൂടിപ്പോയി, നീളം കുറവാണ്, ഇത് പറ്റില്ല. ഈ അവയവ വിന്യാസ ഭംഗിക്കാണ് സൗന്ദര്യം എന്ന് പറയാൻ പോവാ. അതിസുകുമാര കരചരണ ഓരസ്ഥല വിപുല ബാഹുവംസ യുഗളാം വദനാദി അവയവ വിന്യാസ പ്രകൃതിസുന്ദര സ്വഭാവ, പ്രകൃതിസുന്ദരമായ, പ്രകൃത്യാസുന്ദരമായ സ്വഭാവം, ഉള്ളിലുള്ള ഭാവം, അത് സുന്ദരമാണ്. ഈ പുറം കാണുമ്പോഴുള്ളൂ മലിനത തോന്നിക്കുന്ന അകം സുന്ദരമാണ്. സ്വഭാവ ഹാഫ സുമുഖൻ, നല്ല പുഞ്ചിരി കൊണ്ട് സുമുഖനാണ്. എപ്പോഴും ഈ പുഞ്ചിരി മാത്രമേ ഉള്ളൂ. ദേഷ്യഭാവം മുഖത്ത് കാണാനില്ല.
സുമുഖനായ അദ്ദേഹം നവനളിന ദളായമാന പുതിയ താമരയുടെ ചെന്താമരദളം പോലെ ശീതളവും അരുണ നിറവും വികാസവുമുള്ള കണ്ണുകൊണ്ട് സുന്ദരനായിരുന്നു. നവനളിന ദളായമാന ശിശിരതര അരുണായത നയന രുചിര. അത്രയും കണ്ണിന്റെ ഭംഗിയ. നവനളിനദളം പോലെ ആയമാനമായ നീളമുള്ള ശിശിരത തണുപ്പുള്ള അരുണവർണം ഉള്ള ആയതമായ നയനം കൊണ്ട് രുചിരനായി സുന്ദരനായി. ആ കണ്ണിലേക്ക് നോക്കിയാൽ ആ തേജസ്സിന്റെ സൗന്ദര്യം കണ്ടെത്താൻ പറ്റും. സദൃശം മനോഹരമായ കൂടിച്ചേർന്നിരിക്കുന്ന സുഭഗമായ സുന്ദരമായ കപോലം കവിൾത്തലം, കർണം ചെവി, കണ്ഠം കഴുത്ത്, നാഭ മൂക്ക്, സദൃശ സുഭഗ കപോല കർണ കണ്ഠനാഭോ വിഗൂഢസ്മിതവദന, വിഗൂഢമായ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പുഞ്ചിരിയോട് കൂടിയ മുഖം, മുഴുവൻ പുറത്ത് വന്നിട്ടില്ല, കുറേശ്ശെ. സ്മിതവദന മഹോത്സവേന, അതുകൊണ്ട് മഹത്തായ ഒരു ഉത്സവം എന്ന് തോന്നിക്കുമാറ് മഹത്തായ ഒരു സന്തോഷത്തോടെ പുരവനിതാനം മനസ്സി, പട്ടണത്തിലുള്ള വനിതകളുടെ മനസ്സില് കുസുമശരാസനം ഉപദധാനം. കുസുമശരാസനം കാമദേവന്റെ ഭാവത്തെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഉപദധാന. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പട്ടണത്തിലെ സുന്ദരിമാർക്ക് ഇദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഉന്മാദം ഇദ്ദേഹത്തെ കുറിച്ചുണ്ടാകും. അത്രയ്ക്ക് സുന്ദരനായിരുന്നു ഇദ്ദേഹം. ഒരു പൗരുഷ സൗന്ദര്യം എങ്ങനെ ആകർഷണീയമാക്കാമെന്ന് സാധാരണ കവികൾ വർണ്ണിക്കുന്ന സ്ത്രീ സൗന്ദര്യത്തെ കുറിച്ചാണ്. ഇത് അതിന് നേരെ തിരിച്ച് ഒരു പുരുഷന്റെ സൗന്ദര്യം എങ്ങനെ ഒരു സ്ത്രീക്ക് വശീകരിക്കാൻ പറ്റും, അത് ബാഹ്യമായ സൗന്ദര്യം അല്ല എന്ന് സ്പഷ്ടമാക്കിക്കൊണ്ട് ആഭ്യന്തര സൗന്ദര്യത്തിന്റെ തേജസ് ഇദ്ദേഹത്തിലുള്ളത് അതേപോലെ വർണ്ണിച്ചു വ്യാസൻ. ഒരു സാധാരണ കവിയായിട്ട് ഒരിക്കലും അദ്ദേഹം ആവില്ല. അതിൻ്റെയൊക്കെ അപ്പുറത്ത് സാധാരണ കവിയിൽ സ്ത്രീ സൗന്ദര്യം ഇഷ്ടംപോലെ ശ്ലോകത്തിൽ വർണ്ണിക്കും പല കാവ്യങ്ങൾ. പക്ഷെ പുരുഷന്മാർക്കില്ലേ സൗന്ദര്യം ഉണ്ടല്ലോ, അതിനെ അപൂർവമായി ചുരുക്കി മാത്രമേ പറയാറുള്ളൂ. ഈ ഒരു ഖണ്ഡം മുഴുവൻ ഈ പൗരുഷ സൗന്ദര്യത്തെ വർണ്ണിച്ച് കേൾപ്പിക്കാം. അംഗപ്രത്യംഗ വർണ്ണന. അതെ, മുഴുവനും അതുപോലെ. വിഗൂഢസ്മിതവദന മഹോത്സവേന പുര വനിതാനം മനസി കുസുമശരാസനം ഉപദധാന പരാഗവലംബമാന കുട്ടില ജഡില കപിശ കേശ ഭൂരിഭാരോ. വണ്ടുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കുടിലമായ ജഡകൊണ്ട് കപിശമായ കേശഭൂരിഭാരം, മുടിയുടെ വലിയ ഭാരം. മുടി ജട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിറ്റായിരുന്നു, നല്ല ഭാരമാണ്. ആ ഭാരം വഹിച്ചുകൊണ്ട് അവധൂത മലിന നിജ ശരീരേണ, അവധൂത വേഷം കൊണ്ട് മലിനമായ തൻ്റെ ശരീരം കൊണ്ട് ഗ്രഹഗൃഹീതൈവ അദൃശ്യത, ഒരു പിശാചബാധയുണ്ടായതുപോലെ കാണപ്പെട്ടു. നമ്മൾ പറയത്തില്ല ചെറുപ്പം ചില കണ്ട് അവനെ പിശാച് ആവേശിച്ച പോലെ തോന്നിക്കുന്നു എന്നൊക്കെ, അതുപോലെ ഗ്രഹ ഗൃഹീത ഇവ അദൃശ്യത എന്നതുപോലെ കാണപ്പെട്ടു. അപ്പം പുറം കണ്ടാൽ ഒരു പിശാചഭാവത്തിൽ തോന്നിക്കും, അകം ഏറ്റവും വലിയ സൗന്ദര്യധാമവുമാണ് ഇദ്ദേഹം. ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ അവിടെയുള്ള ജനങ്ങൾക്ക് കാണപ്പെട്ടത് എന്നർത്ഥം. അതിസുകുമാര കരചരണ ഉരസ്ഥല വിപുല ബാഹു അംഫ യുഗള വദനാദി അവയവ വിന്യാസ പ്രകൃതിസുന്ദര സ്വഭാവ ഹാഫ സുമുഖോ നവനളിന ദളായമാന
ശിശിരതര അരുണായതന രുചിരഃ സദൃശ സുഭഗ കപോല കർണകണ്ഠനാഭോ വിഗൂഢസ്മിതവദന മഹോത്സവേന പുരവനിതാനം മനസി കുസുമശരാസനമുപദധാന പരാഗവലംബമാന കുടില കപിശ കേശഭൂരിഭാരോ അവധൂതമലിന നിജശരീരേണ ഗൃഹീതൈവ അദൃശ്യതാം അതിസുകുമാരകരചരണോ രസ്ഥല വിപുലവാഹ്വംസ യുഗളവദനാദ്യവയവ വിന്യാസ പ്രകൃതി സുന്ദര സ്വഭാവഹാസസുമുഖോ നവനൽനിദായമാന ശിശിരതരാരുണായത അരുണ ആയത നയനരുചിര സദൃശ സുഭഗ കപോല കർണകണ്ഠനാഭോ വിഗൂഢസ്മിതവദന മഹോത്സവേന പുരവനിതാനം മനസി കുസുമശരാസനമുപദധാന പരാഗവലംബമാന കുടില ജടില കപിശകേശഭൂരിഭാരോ അവധൂതമലിന നിജശരീരേണ ഗൃഹീതൈവാദൃശ്യതാം. സാറേ ഗ്രഹഗൃഹീത എന്നുള്ളതിന്റെ അർത്ഥം എന്നാ? പിശാചിനാൽ പിടിക്കപ്പെട്ടത്. ഇവിടെ ഗ്രഹശബ്ദത്തിന് പിശാച് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. ശരി 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 ഓക്കെ ഓക്കെ. അപ്പൊ ഗ്രഹബാധയുണ്ടായെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ നാട്ടിൽ പറയാറുള്ളൊരു ഭാഷയാണ് പിശാച ബാധയ്ക്ക് പറയുന്നത്. യുഗളം ആണോ അതോ ഗളം എന്നാണോ? ഏത്? കുലബാഹംസ ഗളവദനാദ്യ അവയവ വിന്യാസ ആദ്യ തുടങ്ങുന്നത് അതിസുകുമാര സ്ഥല വിപുല അല്ല അവിടെ അർത്ഥം ഉണ്ടല്ലോ സാറേ, വേണമെങ്കിൽ അങ്ങനെ എടുത്താലും. ആ യു അപ്പൊ എന്ത് ചെയ്യും? യുഗളം എന്നല്ലേ വാക്ക്? യുഗളമാണോ ഗളമാണോ എന്നുള്ള സംശയം വന്നാ. അല്ല അപ്പൊ യു എന്ത് ചെയ്യും ഗളമാക്കിയാൽ? ഇവിടെ അല്ലേ അതിന്റെ അത് യു ഇല്ലേ? ഇല്ല. ശരി. സാറ് വായിച്ച പലവട്ടം വായിച്ചപ്പോഴും യു ശ്രദ്ധിച്ചു. എന്റെ അകത്ത് യുഗളം എന്ന് തന്നെയാണ് വാക്ക്. അപ്പൊ യു ചേർക്കണം. ഉദ്ദേശിച്ചു. ആ കഴുത്ത് താഴെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. സുഭഗ കപോല കർണ കണ്ഠനാഭോ. അവിടെ കഴുത്തുണ്ട്. വേറെയുണ്ട്. ഉണ്ട്. സദൃശ സുഭഗ കപോല കർണ കണ്ഠനാഭോ. അവിടെ കണ്ഠം കഴുത്ത് വന്നിട്ടുണ്ട്. കണ്ഠം കഴുത്തുണ്ട്. ഉണ്ട്. യുഗളം തന്നെ. യുഗളം യു അതിനകത്ത് ഇടണം, ഇല്ലെങ്കിൽ എഴുതി വെക്കണം യുഗളം. അതെ അതെ. ബാഹു പിന്നെ അതെ. അംസയുഗളം എന്ന് വെച്ചാൽ രണ്ട് തോളുകൾ. രണ്ട് തോളാണ്. അവിടെ അംസ കഴിഞ്ഞാൽ പിന്നെ ഗളം മാത്രമേ. കണ്ഠം വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു കഴുത്തെന്നാണോ അവിടെ അർത്ഥം. അതെ അതെ. നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു യു വിട്ടുപോയതാണ്. യു വിട്ടുപോയി. ഇപ്പൊ ശരിയായില്ലേ? യുഗളമായി. ശരിയായി സാർ. എർഹി വാവ ഭഗവാൻ ലോകമിമം യോഗസ്യാദ്ധാ പ്രദീപമിവാചക്ഷാണസ്തത്പ്രതിക്രിയാകർമ്മ ബീഭത്സിതമിതി വ്രതം ആജഗരമാസ്ഥിതശയാനേവ അശ്നാതി പിപതി ഘാദത്യവമേഹതി ഹദതി സ്മചേഷ്ടമാന ഉച്ചരിത ആദിധ്യോദ്ദേശ. എങ്കിൽ ഇനിയും ബാക്കി പറയാൻ പാടില്ല. ഇങ്ങനെയാണെങ്കിൽ അവധൂതവൃത്തി സ്വീകരിച്ചതാണെങ്കിൽ അതിൽ വെച്ച് വാ വാ തീർച്ചയായിട്ടും രണ്ട് വാ പറയുന്നത് തീർച്ചയായും കാണിക്കാൻ വേണ്ടിയാണ്. എർഹി വാ വാ സ്വഭഗവാൻ ആ ഭഗവാൻ ലോകം ഇമം ഈ ലോകത്തെ യോഗസ്യ അദ്ധാ യോഗത്തിന്റെ ശരിയായ അദ്ധാന്ന് വെച്ചാൽ ശരിയായത് വാസ്തവികമായത് അദ്ധാ
ലോകഫ്യ അത്ഥ പ്രതീപം ഇവ. എന്താ പ്രതീപം എന്ന് വെച്ചാൽ വിപരീതം എന്നാണ്, പ്രതിബന്ധം, തടസ്സം എന്നാണ് പ്രതീപം. പ്രദീപമാണ് ആണെങ്കിൽ അവിടെ വിളക്കാണ്. നോക്കൂ, തായും ദായും തമ്മിൽ ഉച്ചാരണം മാറിപ്പോയ ലക്ഷണം. പ്രദീപം, പ്രതീപം. അങ്ങനെ അലങ്കാരമുണ്ട്. ഉപമാന ഉപമയങ്ങൾ മറച്ചിട്ടാൽ പ്രതീപമാം. അത് വിപരീതാവസ്ഥയിലാണ്. അങ്ങനെ ഒരു അലങ്കാരമുണ്ട്. ടീച്ചറിലുള്ള പറഞ്ഞ ഉപമാന ഉപമയങ്ങൾ മറച്ചിട്ടാൽ പ്രതീപമാണ്. അതെ, അവിടെ പ്രതീപമാണ്, തിരിച്ചിടുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ലോകഫ്യ അത്ഥ പ്രദീപമിവ ആചക്ഷാണഃ, കാണുന്നവനർത്ഥം. ഈ എന്താണ്, ഈ ലോകത്തെ മുഴുവൻ യോഗത്തിന്റെ ഒരു പ്രതിബന്ധമായിട്ട് കാണുന്നവനാണ്. തൻ്റെ യോഗചര്യയ്ക്ക് ഒരു പ്രതിബന്ധമാണ്, വിപരീതമാണ് ഈ ലോകം മുഴുവൻ എന്ന് കാണുന്നവൻ. ഇമം ലോകം യോഗഫ്യർത്ഥ പ്രതീപമിവ ആചക്ഷണഃ. അങ്ങനെ കണ്ടുകൊണ്ട് തത് പ്രതിക്രിയാകർമ്മ, അതിൻ്റെ പ്രതിക്രിയാകരണം, അതിനൊരു പ്രതിവിധി എന്നുള്ള മട്ടിൽ ബീഭത്സിതം ഇതി, അത് ബീഭത്സിതമായി തീരും എന്ന്, ഭയങ്കരമാണെന്ന് കരുതിയിട്ട് അതിൻ്റെ പ്രതിക്രിയ ചെയ്യൽ ഭയങ്കരമാണ് എന്ന് കരുതിയിട്ട് പ്രതീപമിവ ആചക്ഷാണഃ തത് പ്രതിക്രിയാകർമ്മ ബീഭത്സിതം ഇതി, ഇത് നിശ്ചയിച്ചിട്ട് വ്രതം ആജകരം ആസ്ഥിത, ആജകര വ്രതത്തെ സ്വീകരിച്ചു. ആജകരം വെച്ചാൽ അജകരത്തെ സംബന്ധിക്കുന്നു. അജകരം പെരുമ്പാമ്പിന്റെ വ്രതം, അതിന് ആജകര വ്രതം എന്നാണ് പേര്. ഇതില് ഇപ്പം ഇദ്ദേഹത്തിന്റെ യോഗചര്യയിൽ അവധൂത വൃത്തിയിലെ ഒരു വ്രതത്തിന്റെ പേരാണ് ആജകര വ്രതം. അത് അവധൂത വൃത്തി അനുഷ്ഠിക്കുന്നവർ ആചരിക്കണം. എങ്ങനെ? പെരുമ്പാമ്പിനെ പോലെ. എന്താ പെരുമ്പാമ്പിനെ പോലെ? ഒരിടത്ത് വെറുതെ കിടക്കുക, അനങ്ങാനായിട്ട് കിടക്കുക. എന്നിട്ട് ഏതെങ്കിലും വല്ല മാനവ പക്ഷിയൊക്കെ തൊട്ടടുത്ത് വന്നു ചേർന്നാൽ പെട്ടെന്ന് അതിനെ എന്ത് ചെയ്യാം? പെട്ടെന്ന് വാ വെച്ച് വായിലാക്കി വിഴുങ്ങി പിന്നെ 6 മാസത്തേക്ക് അനങ്ങാതെ ഒറ്റ കിടപ്പടക്കുക. അപ്പോ ഒന്നിനോടും പ്രതികരിക്കാതെ കിട്ടുന്നത് ഭക്ഷണമാക്കാം, അത്രേ ഉള്ളൂ. എന്ത് കിട്ടിയോ അത് വേണമെങ്കിൽ ഭക്ഷിക്കാം, അല്ലേ വിടാം. ഇങ്ങനെ ഒരു ആജകര വ്രതം അനുഷ്ഠിച്ചുകൊണ്ട്, അപ്പൊ ഈ ലോകത്ത് യോഗം കൊണ്ട് ഈ വിപരീതമായ അവസ്ഥയെ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിന് പ്രതിക്രിയ ചെയ്യാൻ പുറപ്പെട്ടാൽ അത് ബീഭത്സിതമാകും എന്ന് കണ്ടിട്ടാണ് ആജകര വ്രതം അനുഷ്ഠിക്കാൻ കാരണം. അപ്പൊ എന്ത് ചെയ്യണ്ട? ആരെന്തൊക്കെ ചെയ്താലും തിരിച്ചു പ്രതികരിക്കരുത്. പ്രതികരിച്ചാൽ അത് ബീഭത്സിതം, ഭയങ്കരമാകും. അതുകൊണ്ട് അതിന് പോവാതെ വ്രതം ആജകരം ആസ്ഥിത, അതെങ്ങനെയാണ് എന്ന് പറയാൻ പോവാണ്. ശയാനേയ വാഷ്ണാദി, കിടന്നുകൊണ്ട് തന്നെ കഴിക്കും. വെറുതെ കിടക്കായിരിക്കും, അപ്പോഴായിരിക്കും ആരെങ്കിലും ഭക്ഷണം എടുത്തുകൊണ്ട് എറിഞ്ഞു കൊടുത്തത്. അത് അവിടെ കിടന്നുകൊണ്ടും കഴിക്കും. ശയാനേയ വാഷ്ണാദി പിബതി, കിടന്നുകൊണ്ട് തന്നെ കുടിക്കും. ഘാതതി, കടിച്ചു തിന്നും. അവമേഹതി, മൂത്രമൊഴിക്കും. ഹദതി, മലവിസർജനം ചെയ്യും. സ്മ ചേഷ്ടമാന ഉച്ചരിത ആദിത്യോദ്ദേശ, ദേഹ അവയവങ്ങളിൽ മലമൂത്രങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കും. ആദിത്യം, പറ്റിപ്പിടിച്ചിരിക്കാൻ. ഉദ്ദേശം, സ്ഥലം. ദേഹത്തിന്റെ പല സ്ഥലങ്ങളിലും ഉച്ചരിതങ്ങളായിട്ട് പുറത്ത് കാണത്തക്ക മട്ടിൽ മലമൂത്രങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കും. ഇപ്പോഴത്തെ കിടപ്പ് ഇങ്ങനെയാണ്. ഇതാണ് പെരുമ്പാമ്പിന്റെ അവസ്ഥ. ഇതൊന്നും ഈ പെരുമ്പാമ്പിനെ ബാധിക്കാത്ത പോലെ ഇതൊന്നും ഇദ്ദേഹത്തെ ബാധിക്കത്തില്ല. കിടന്നുകൊണ്ട് കഴിക്കും,
കിടന്നുകൊണ്ട് മൂത്രമൊഴിക്കും. മൃഗങ്ങൾ അങ്ങനെയല്ലേ? എന്താണ്, എവിടെ കിടക്കുന്നോ അവിടെ നിന്നുകൊണ്ട് പുല്ല് തിന്നും, അവിടെ കിടന്നുകൊണ്ട് എന്ത് ചെയ്യും? മലമൂത്ര വിസർജനം ചെയ്യും. ഇതൊക്കെ അവിടെ തന്നെയാണ്. ഇതേപോലെ ഒരു മൃഗങ്ങളുടെ ചര്യ ഇദ്ദേഹം അനുഷ്ഠിച്ചു. അത് യോഗചര്യയിൽ അവധൂത വൃത്തിയിൽ ഒരംശമാണ്. അവധൂത വൃത്തി എങ്ങനെയൊക്കെയാണെന്ന് വിസ്തരിച്ച് പറഞ്ഞു തരികയാണ് ഇദ്ദേഹത്തിന്റെ ഇതിൽ കൂടി. വേറെ എങ്ങും ഭാഗവതം ഇത്തരം വിസ്തരിച്ച് കാര്യം പറയുന്നില്ല. ഋഷഭദേവന്റെ അവതാരത്തിലാണ് പറയുക. യർഹി വാവഫ ഭഗവാൻ ലോകമിമം യോഗഫ്യാദ്ധാം പ്രദീപമിവാചക്ഷാണസ്തത് പ്രതിക്രിയാകർമ്മ ബീഭൽഫിതമിതി വ്രതമാജകരമാസ്ഥിത ശയാനേ വാഷ്ണാതി പിബതി ഘാദതി അവമേഹതി ഹദതി സ്മച്ചേഷ്ടമാന ഉച്ചരിത ആദിത്യോദ്ദേശ യർഹി വാവഫ ഭഗവാൻ ലോകമിമം യോഗഫ്യാദ്ധ പ്രദീപമിവാചക്ഷാണസ്തത് പ്രതിക്രിയാകർമ്മ ബീഭൽഫിതമിതി വ്രതം ആജകരമാസ്ഥിത ശയാനേ വാഷ്ണാതി പിബതി ഖാദത്യവമേഹതി ഹദതി സ്മചേഷ്ടമാന ഉച്ചിരിത ആദിത്യോദ്ദേശം. എങ്ങനെയൊക്കെ ഇന്നത്തെ ഭാഷയിൽ വികൃതമായി ഇദ്ദേഹത്തെ അവതരിപ്പിക്കാമോ അങ്ങനെ തന്നെ വ്യാസൻ അവതരിപ്പിച്ചു വെക്കാം. ഇങ്ങനെ ഒരു ആളിനെ നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. അതുപോലെ അപ്പൊ ആ ഒരു അവസ്ഥയിൽ പോലും എത്തിച്ചേരാം. അങ്ങനെ എത്തിച്ചേർന്നിട്ടാണ് ഇദ്ദേഹം ശരീരത്തെ ഉപേക്ഷിക്കുന്നത്. നമുക്ക് എന്ത് കഷ്ടപ്പാട് സഹിച്ചു നമ്മൾ വിചാരിക്കും അദ്ദേഹം തോന്നുന്ന കഷ്ടപ്പാടല്ല. അദ്ദേഹമൊക്കെ ഒരു ആനന്ദമാണ്. ഇതൊന്നും തന്നെ ബാധിക്കാത്ത മട്ടിലാണ്. പുരീഷഫുരഭി പൗഗന്ധ്യവായുസ്തം ദേശം ദശയോജനം സമന്താത് ഫുരഭിം ചകാരാം. തഫ്യഹ അദ്ദേഹത്തിന്റെ യാതൊരു പുരീഷഫുരഭി മലത്തിന്റെ സുഗന്ധം നോക്കിക്കൊള്ളു. ഇദ്ദേഹത്തിന്റെ മലത്തിന് സുഗന്ധമാണ്, ദുർഗന്ധമല്ല. സൗഗന്ധ്യവായു, വായു അതിനെ സൗഗന്ധികമായി സ്വീകരിച്ചിട്ട് തം ദേശം, ആ ദേശത്തെ ദശയോജന 10-15 മൈൽ ദൂരം സമന്താത് ചുറ്റും സുരഭിം ചകാര മണമുള്ളതൊക്കെ ചെയ്തു. ഇതാണ് യോഗമഹിമ. ഇപ്രകാരമുള്ള മഹിമയില്ലാത്തവർ മലമൂത്രത്തിൽ കിടക്കുന്നത് ബീഭത്സമാണ്. ഇപ്രകാരം മഹിമയുള്ള ഒരാള് മലമൂത്രത്തിൽ കിടന്നാൽ അത് സുഗന്ധ ഭൂയിഷ്ടമാണ്. അദ്ദേഹത്തിന്റെ മൂത്രത്തിന്റെയും മലത്തിന്റെയും ഗന്ധം കൊണ്ട് ആ പ്രദേശം മുഴുവൻ സുഗന്ധപൂരിതമായി. ഇത് യോഗചര്യയുടെ ഒരു മഹനീയ വൃത്തിയാണ്. തഫ്യഹ യ പുരീഷഫുരഭിഭൗഗന്ധ്യവായുസ്തം ദേശം ദശയോജനം സമന്താത് ഫുരഭിം ചകാര. തഫ്യഹ യ പുരീഷഫുഗന്ധി സൗഗന്ധ്യവായുസ്തം ദേശം ദശയോജനം സമന്താത് ഫുരഭിം ചകാരാം. ഏവം ഗോമൃഗ കാകചര്യയാ വ്രജം തിഷ്ഠന്നാഫീനശയാന കാകമൃഗ ഗോചരിത പിബതി ഖാദതി അവമേഹതി സ്മ. ഇങ്ങനെ അദ്ദേഹം ഗോ മൃഗ കാകചര്യ, പശുവിൻ്റെയും മാനിൻ്റെയും കാക്കയുടെയും ചര്യ, പാമ്പൂട്ടു ഇവരായി. എന്താണ്? പശുവിൻ്റെ ചര്യ, മാനിൻ്റെ ചര്യ, കാക്കയുടെ ചര്യ. കേവലം അജഗിരി വൃത്തി മാത്രമല്ല അദ്ദേഹം സ്വീകരിച്ചത്. പശു, അതുപോലെ മാൻ മുതലായ ഓരോ മൃഗങ്ങളിലെയും കാക്കയെയും പോലെ സഞ്ചരിക്കും, അതുപോലെ നിൽക്കും, അവരെ പോലെ ഇരിക്കും, കിടക്കും, അവയെപ്പോലെ തിന്നുകയും കുടിക്കുകയും വിസർജിക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ സഞ്ചരിച്ചു. ഗോമൃഗ കാകചേരികൊണ്ട് വ്രജൻ തിഷ്ടൻ ആഫീന ശയാന, സഞ്ചരിച്ചുകൊണ്ട്, തിഷ്ടൻ ഇരുന്നു കൊണ്ട്, ആഫീനഹ വിശ്രമിച്ചുകൊണ്ട്, ശയാന കിടന്നുകൊണ്ട്, കാക മൃഗ ഗോ ചരിത ആ 3 മൃഗങ്ങളിലെ ചരിതം അനുസരിച്ച് പിബതി കുടിക്കുന്നു, ഖാദതി തിന്നുന്നു, ഔമേഹതി വിസർജിക്കുന്നു. ഏവം ഗോമൃഗ കാകചര്യാ വ്രജം തിഷ്ടന്നാഫീന ശയാന കാകമൃഗ ഗോചരിത പിബതി ഖാദതി അവമേഹതി സ്മാം.
ഇതി നാനായോഗചര്യാചരണോ ഭഗവാൻ കൈവല്യവത് ഋഷഭോ അവിരതപരമ മഹാനന്ദാനുഭവ ആത്മനി സർവേഷാം ഭൂതാനാം ആത്മഭൂതേ ഭഗവതി വാസുദേവ ആത്മനോ അവ്യവധാനാത് അന്തരോദരഭാവേന സിദ്ധ സമസ്താർത്ഥപരിപൂർണോ യോഗൈശ്വര്യാണി വൈഹായഫമനോ ജവ അന്തർധാനപരകായ പ്രവേശ ദൂരഗ്രഹണാദീനി എതിർച്ഛയോപഗതാനി അഞ്ജഫ നൃപ ഹൃദയേന അഭ്യനന്ദത്. ഇങ്ങനെ നാനായോഗചര്യ ആചരണോ അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാൻ കൈവല്യപതിയായ ഋഷഭൻ അവിരത പരമമഹാനന്ദാനുഭവൻ ഇടതടവില്ലാത്ത പരമമായ മഹാനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് ആത്മനെ തൻ്റെ ഉള്ളിൽ സർവേഷാം ഭൂതാനാം എല്ലാ ഭൂതങ്ങൾക്കും ആത്മഭൂതേ ഭഗവതി വാസുദേവി ആത്മഭൂതനായ ഭഗവാൻ വാസുദേവനിൽ ആത്മനോ അവ്യവധാനാത് തൻ്റെ ആത്മാവിനെ മറയ്ക്കാതെ അന്തര ഉദരഭാവേന അകത്തുള്ള ഉദരഭാവം ശരീരഭാവത്തോടെ സിദ്ധ സമസ്ത അർത്ഥപരിപൂർണ എല്ലാ അർത്ഥങ്ങളും സിദ്ധിച്ചുകൊണ്ട് പരിപൂർണനായിട്ട് യോഗൈശ്വര്യാണ്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ യോഗചര്യ ചില ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേർന്നു. അതൊക്കെ ഏതാണത്? വൈഹായസ മനോജവ അന്തർധാനം, ആകാശത്തിൽ കൂടി സഞ്ചരിക്കുക. വൈഹായസ മനോജവം, മനസ്സുപോലെ വേഗതയിൽ പോകാൻ പറ്റുക. അന്തർധാനം നിൽക്കുന്നിട്ട് കാണാതാകുക. പരകായ പ്രവേശം, മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിക്കുക. ദൂരഗ്രഹണാദീനി, ദൂരെയുള്ള കാര്യങ്ങൾ കണ്ടറിയാൻ പറ്റുക. 10,000 കിലോമീറ്റർ അപ്പുറം നടക്കുന്ന സംഭവം ഇവിടെ നിന്ന് കണ്ടറിയാൻ പറ്റുക. എതിർച്ഛയാ ഉപഗതാനി, ഇങ്ങനെ യാദൃച്ഛികമായിട്ടും യോഗചര്യയിൽ വന്നിരുന്ന കുറെ സിദ്ധിവിശേഷങ്ങളുണ്ട്. അഞ്ജഫ വേണ്ടതുപോലെ ഹേ നൃപ രാജാവേ ഹൃദയേന അഭ്യനന്ദം, ഹൃദയം കൊണ്ട് ഇതൊന്നും അദ്ദേഹം അഭിനന്ദിച്ചില്ല, ഒന്നും സ്വീകരിച്ചില്ല. ഇവിടെയാണ് അവധൂത വൃത്തിക്കാർക്ക് വരാവുന്ന ഒരു വലിയ ദോഷം. അവര് ഈ വക കൺകെട്ട് വിദ്യകൾ ആസക്തരായിട്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കും, ലക്ഷ്യം വിട്ടുപോകും. അവരെന്ത് ചെയ്യും? അന്തർധാനം ചെയ്യും, ആകാശത്തിൽ കൂടെ സഞ്ചരിക്കും, നദിയുടെ മുകളിൽ കൂടി സഞ്ചരിച്ചു പോകും, വെള്ളത്തിന് മുകളിൽ കൂടി സഞ്ചരിക്കും, ആകാശത്തിലൂടെ പറന്നു പോകും, പരകായ പ്രവേശനം ചെയ്യും, ദൂരഗ്രഹണ വിദ്യ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ യാദൃശ്യമായിട്ടും യോഗചര്യയിൽ വന്നു ചേരാവുന്ന കുറെ അനുഭവങ്ങളുണ്ട്. ഇതൊന്നും ഇദ്ദേഹം മാനിച്ചില്ല, ഒക്കെ വിട്ടറിഞ്ഞു. താൻ അതിനല്ലല്ലോ ഇപ്പൊ ഈ വൃത്തി സ്വീകരിച്ചത്. അതൊക്കെ വന്നു പോകും, അതൊക്കെ വരും, ഉള്ളിൽ വരും. വേണേ നമുക്ക് നടക്കാമെന്ന് തോന്നും, പക്ഷെ അദ്ദേഹം പോവില്ല. അതിനെയൊക്കെ അഭിനന്ദിക്കാതെ അദ്ദേഹം കഴിഞ്ഞുകൂടി എന്നർത്ഥം. ഇത് ഒരു യോഗചര്യയിൽ എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത്, എന്തൊക്കെ വ്രതങ്ങളുണ്ട്, എന്തൊക്കെ ദോഷം ഉണ്ടാകാം, ഇതൊക്കെ വിട്ടരിച്ച് വരച്ച് കാണിക്കാൻ വ്യാസൻ ഋഷഭദേവന്റെ അവതാരത്തിലാണ് നമ്മെ കാണിച്ചിരുന്നത്. സാർ, ഇത് ബോധപൂർവം ദഹനം ചെയ്യുന്നതായിട്ടാണോ അതോ പരിപൂർണമായിട്ടും ശരീരബോധമില്ലാതായപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണോ? ശരീരബോധമില്ലാതായി ആത്മബോധമുണ്ട്. ആത്മബോധം പരിപൂർണമായിട്ടും ഇല്ലാതായി, ശരീരബോധം പരിപൂർണമായിട്ടും പോയി. അതുകൊണ്ടാണ് ആര് തല്ലിയാലും വേദനിക്കില്ല. വേദന ഒരു അറിവാണല്ലോ. അതെ, അതെ, വേദശബ്ദത്തിലാണ് വേദന എന്ന വാക്കുണ്ടായത്. വേദം അറിവാ. മഹിമയുള്ളവനായി തീർന്നു എന്നല്ലേ സാർ? എന്തോ മഹിമയുള്ളവനായി തീർന്നു. അതെ, ഏറ്റവും വലിയ മഹത്വമുള്ളവനായിട്ട് തീർന്നു യോഗം കൊണ്ട്. ഇതി നാനായോഗചര്യാചരണോ ഭഗവാൻ കൈവല്യവത് ഋഷഭോ അവിരതപരമ മഹാനന്ദാനുഭവ ആത്മനി സർവേഷാം ഭൂതാനാം ആത്മഭൂതേ ഭഗവതി വാസുദേവേ ആത്മനോ അവ്യവധാന അന്തരോദരഭാവേന സിദ്ധ സമസ്താർത്ഥ പരിപൂർണോ യോഗൈശ്വര്യാനി വൈഹായസമനോ ജവ
അന്തർധാനപരകായ പ്രവേശ ദൂരഗ്രഹണാദീനി എതിർച്ഛോപഗതാനി നാഞ്ചഫാനൃപ ഹൃദയേന അഭ്യനന്ദത്. അങ്ങനെ ആ ഒരു അധ്യായം 5-ാമത് തോന്നും. അടുത്ത അധ്യായം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ യോഗചര്യയുടെ അന്തിമഘട്ടം. 19 ശ്ലോകമുള്ള ചെറിയ അധ്യായമാണ്. അതിൽ കൂടി ഋഷഭന്റെ ദേഹപരിത്യാഗത്തെ വിസ്തരിച്ച് വർണ്ണിച്ച് ആ ഭാഗം അവിടെ ഉപസംഹരിച്ചിട്ട് ഭരതന്റെ കഥയിലേക്ക് പോകും. അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഒരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ സാറേ, ഈ പെരുമ്പാമ്പിനെയും തേനീച്ചയും ഗുരുവായി സ്വീകരിക്കണം. അതുകൊണ്ട് ഇനി വരുന്നുണ്ട്, ഏകാദശത്തിൽ വരും ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ. 24 ഗുരുക്കന്മാര്. അതിലൊന്നാണ് പെരുമ്പാമ്പ്, ഒന്ന് തേനീച്ചയാണ്. അത് വരും. നമ്മൾ ഇനി അങ്ങോട്ട് പോവാം. ഏകാദശി എടുക്കാമല്ലോ, അപ്പൊ നമ്മൾ ആ വഴി പോകും. സാറേ 30-ാമത്തെ ആദ്യത്തെ ഭാഗം ഒന്ന് വായിക്കാമോ? അത് സുകുമാരകര ചരണൂർ ഉരസ്ഥല വിപുല ബാഹു അംസ വികളാണ് ഞങ്ങൾക്ക് സാറ് നേരത്തെ എഴുതി തന്നിരിക്കുന്നത്. അതെ, ബാഹുംസ വികളാന്ന സാറ് പണ്ട് ഞങ്ങളെ പഠിപ്പിച്ചപ്പം പറഞ്ഞു തന്നിരിക്കുന്നത്. വി അവിടെ ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ല യുഗളം തന്നെയാ. ഞാൻ ഇതിന്റെ അകത്ത് യുഗളം തന്നെ എഴുതിയിട്ടേക്കുന്നേ. ആണോ? പക്ഷെ ഈ എഴുതിയിരിക്കുന്നത് പുസ്തകം വെച്ച് തന്നെ നിങ്ങളെ അന്ന് പഠിപ്പിച്ചത്. ബാഹുവംസ യുഗളം തന്നെ വന്നതിന് അർത്ഥം ശരിയാവുള്ളൂ. യു തന്നെ അല്ലേ? യു തന്നെ വേണം, യുഗളം. എഴുതി ചേർന്നു സാറേ. അതെ, മതി. നമ്മുടെ ബുക്കിലെ യുഗളം സാറേ. അതെ, യുഗളം തന്നെ അധികം. യുഗളം അങ്ങനെ തന്നെ. അവധൂതനും ജീവൻ മുക്തനും ഒരാൾ തന്നെയാണോ? അല്ല, അവധൂതകൃത്ത് യോഗചര്യ കൊണ്ട് മാറിപ്പോകുന്ന ജീവൻ മുക്തൻ അവധൂതകൃത്ത് വേണമെന്നില്ല. സർ, അവസാനത്തെ 35-ാമത്തേതിലേ ആത്മനോ അവ്യവധാനാൻ എന്നാണോ? അതോ അവ്യവധാന അന്തര ഉദരഭാവേന. അവ്യവധാനാനന്തരോദര എന്ന് കാണുന്നല്ലോ. അവ്യവധാന അന്തര. അതെ, അപ്പൊ ഒരു ന്യായ അധികം അല്ലേ? അതെ, ഉദരഭാവേന. ശരി സർ. ഓ, ഇന്ന് ഉപസംഹരിക്കാം. നമുക്ക് അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ അന്തിമം നേരിട്ട് അനുഭവിച്ചറിയാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരി ഓം. നമസ്കാരം. ഹരി ഓം.